എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നല്ലപോലെ പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം കുറച്ച് നാളായിട്ട് കസ്തൂരി മഞ്ഞളുടെ പൗഡർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പിമ്പിൾസ് വരുന്നത് കുറേയൊക്കെ അങ്ങ് കുറയുന്നുണ്ട്. ഒരു 3-4 ദിവസം മുന്നേ ആയിട്ടൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നത് കൊണ്ട് വെളിയിൽ നിന്നൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. നല്ലപോലെ ഓയിലി ഫുഡൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും എനിക്ക് പിമ്പിൾസ് നല്ലപോലെ വരുന്നുണ്ട്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് നമുക്ക് നോക്കാം. ഇത് വേറൊന്നുമല്ല, നമുക്ക് കസ്തൂരി മഞ്ഞൾ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങാടി കടയിൽ നിന്ന് കസ്തൂരി മഞ്ഞൾ വാങ്ങാൻ കിട്ടുമല്ലോ. അതങ്ങനെ വാങ്ങിയിട്ട് വെയിലത്ത് വെച്ച് അതിൻ്റെ സ്കിന്ന് കളഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു 2 ദിവസമൊക്കെ വെച്ചാൽ മതി. നമുക്ക് ക്രിസ്പി ആയി കിട്ടുന്നത് വരെ ഒന്ന് വെച്ചാൽ മതി. ഞാൻ എന്തായാലും 2 ദിവസം വെച്ചു. കാരണം എന്ന് വെച്ചാൽ നല്ല വെയിലില്ലായിരുന്നു, മഴ കാരണം ചെറിയ വെയിലായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് 2 ദിവസം വെയിലത്ത് വെക്കേണ്ടി വന്നു. എന്നിട്ട് ഞാനത് എന്ത് ചെയ്തു, പൊടിച്ചെടുത്തു. അതൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്താണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫേസിൽ പിമ്പിൾസ് വരുന്ന കുറച്ചൊക്കെ കുറയുന്നുണ്ട്, കുറച്ചെന്തോ വ്യത്യാസമുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഞാൻ കഴുകി വൃത്തിയാക്കിയ ഒരു ബൗൾ എടുക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂണിൽ നിറയെ എടുക്കരുത്, വളരെ കുറച്ചെടുത്താൽ മതി. അത് മാത്രം മതി നമ്മുടെ ഫേസിലും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ആ തൈരിൽ തന്നെ നല്ലപോലെ മിക്സായി വന്നോളും. വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാണ്. കണ്ടോ, കളറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് എനിക്കൊന്ന് 2 തരത്തിലുള്ള കസ്തൂരി മഞ്ഞളുണ്ട്. ഒന്ന് മഞ്ഞ കളറിലും ഉണ്ട്, ഒന്ന് മഞ്ഞ നിറം അല്ലാതെ ഒരു ഇഞ്ചിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള കളറുണ്ടല്ലോ, ആ കളറിലുള്ളതും ഉണ്ട്. അപ്പം ഞാൻ അതാണ് വാങ്ങിയത്. എനിക്ക് അതാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത്. കാരണം മറ്റേത് നമ്മൾ ഫേസിൽ മഞ്ഞൾ ഇടുമ്പോൾ ആ മഞ്ഞ കളർ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിൽ തന്നെ കാണും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ നല്ലപോലെ കഴുകിയാലും പോകത്തില്ല. നമ്മൾ ഡ്രസ്സിൽ ചിലപ്പോൾ ഞാൻ നെക്കിലൊക്കെ ഇടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയിന്ന് വരും. കഴുകി കളഞ്ഞാലും കുളിച്ചാലും ചിലപ്പോൾ അത് ഇടുമ്പോൾ അങ്ങനെ ആയിരിക്കും, ആ ഒരു കളറ് മാറത്തില്ല. അപ്പോൾ ഇത് ഇട്ടപ്പോൾ 2 ഗുണം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് ആ കളർ നമ്മുടെ സ്കിന്നിൽ കിടക്കത്തില്ല. കസ്തൂരി മഞ്ഞളിൻ്റെ ആ ഒരു കളറ്, മഞ്ഞ കളർ കിടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, എനിക്കിതാണ് കുറച്ചുകൂടെ ഓയിൽ കൺട്രോൾ ആവുന്നുള്ളത്. ഓയിൽ കൺട്രോൾ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞ കളർ കിട്ടുന്നത് നല്ല റിസൾട്ട് ഉള്ളതുപോലെ തോന്നുന്നു. എനിക്ക് പിമ്പിൾസ് വരുന്നത് കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് വർക്കൗട്ട് ആയതുപോലെ എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും കളറില്ല ഇതിന്, ഒരു ചന്ദന കളറാണ്. ഒരു ടേബിൾ സ്പൂൺ തന്നെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് തൈരുമായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. 1 നേരം അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ടാണ്. നമ്മുടെ ഫേസിൽ നല്ലപോലെ ടാന് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഇടുമ്പോൾ നല്ലപോലെ ചൊറിച്ചിൽ അല്ലെങ്കിൽ എരിച്ചിൽ കാണും. ചൊറിച്ചിലല്ല, എരിച്ചിൽ കാണും. അത് പിന്നെ അങ്ങ് കുഴപ്പമില്ല, നമുക്കത് ശീലമായിക്കോളും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ ആ ടാനൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ആ എരിച്ചിൽ ആദ്യം ഇടുമ്പോൾ ഉള്ള ആ എരിച്ചിലൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. എനിക്ക് ആദ്യം ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ ഉണ്ടായിരുന്നു. ഇതൊരു 1 ആഴ്ച കൂടുതലായി ഞാൻ ഈ ഒരു മഞ്ഞൾ ഇടാൻ തുടങ്ങിയിട്ട്. ഇപ്പം എനിക്ക് ആ ഒരു നീറ്റൽ എരിച്ചിലൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആയതിനു ശേഷം ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പട്ടാണി, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, കുറച്ച് ഉരുളക്കിഴങ്ങ്. ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തു. എന്നിട്ട് ഇത് 3ഉം കൂടെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് രുചിക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നല്ലപോലെ ഒന്ന് കുക്കായി വരാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആവുന്നതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു കടായി ഹീറ്റാക്കാൻ വെക്കാം. കടായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്കും നമുക്കൊരു 3 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം.
വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും തക്കാളിയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീളത്തിനരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് സവാളയും തക്കാളിയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കറി പൗഡേഴ്സ് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സവാളയും തക്കാളിയും നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. അതിനായിട്ട് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പട്ടാണിയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രേവിയായി കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ചൂടുവെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും കറി കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് പട്ടാണിക്കറി റെഡിയാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ തയ്യാറാക്കുന്ന രീതി ഇങ്ങനെയാണ്. പിന്നെ പല രീതിയിലും തയ്യാറാക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയി പുറത്തോട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയത്. അപ്പോൾ കറക്കത്തിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലിടാനായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം. അങ്ങനത്തെ ഉള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും ആദ്യം നമ്മൾ പോകുന്ന സ്റ്റുഡിയോയിലോട്ടാണ്. സ്റ്റുഡിയോയിലുള്ള കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് പിന്നെ വേറെ ചെറിയ ചെറിയ കടകളിലും കൂടെ ഒന്ന് കയറണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്, എല്ലാം നമുക്ക് വഴിയെ കാണാം. സ്റ്റുഡിയോയിൽ നിന്ന് വളരെ വിലക്കുറവിലുള്ള വീട്ടിലിടാൻ പറ്റുന്ന ട്രൗസേഴ്സ്, ഷോർട്സ്, പാൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളൊരു ടെക്സ്റ്റൈൽസിൽ നിന്ന് എനിക്കും വീട്ടിലിടാനായിട്ട് 2 ടോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇത് രണ്ടുമാണ് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയത്. ഇനി സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ നേരെ വാച്ച് വാങ്ങാനായിട്ടാണ് പോയത്. ഈസ്ഫോർട്ടുള്ളൊരു സ്വിസ് ടൈം ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോറൂമിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ 2-3 വാച്ച് ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കി. അവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ കുറച്ച് ഫ്ലിക്കറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫ്ലിക്കർ ആവുന്നത്. അപ്പോൾ 2-3 വാച്ച് ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കി. നല്ല റേറ്റുള്ള വാച്ചും ഉണ്ട്, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് വാങ്ങിച്ചതെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുപോലെ എടുത്ത ഡ്രസ്സും അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓരോ വാച്ചിനും ഓരോ ഭംഗിയാണ്. ഓരോ പ്രാവശ്യം ഓരോ വാച്ച് സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത വാച്ച് കൊള്ളാമെന്ന് തോന്നും. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. എന്നാലും അത്യാവശ്യം നല്ലൊരു വാച്ച് നമുക്ക് വാങ്ങാനായിട്ട് പറ്റി. അതെല്ലാം അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ വിശേഷം. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളതെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ളതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. നാളത്തെ വീഡിയോയിൽ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് ലെന്ത് കൂടുതലായിപ്പോൾ, അത്രയേ ഉള്ളൂ. വ്ളോഗ്സ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം, നാളത്തെ വ്ളോഗിലൂടെ കാണാം. ബൈ.